രാത്രികാലം നമ്മൾ റോമാലേഖനത്തിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ തുടർമാനമായിട്ടുള്ള വാക്യങ്ങൾ വീണ്ടും ദൈവസന്നിധിയിൽ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ദൈവവചന പഠനം നിലകൊള്ളുന്നത് റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെയുള്ള ഒരു നീണ്ട വാക്യങ്ങളാണ് ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ടും നമ്മുടെ ദൈവവചന പഠനത്തിനായിട്ടും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിശേഷിച്ച് നാം ഈ വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതുവരെയും പ്രസ്താവിച്ചതായ ഭാഗങ്ങൾ ഞാനൊന്ന് റീക്യാപ്പ് ചെയ്യാനായിട്ട് പ്രാരംഭത്തിൽ ഒന്ന് ശ്രമിക്കുകയാണ്. കാരണം നേരത്തെ മുൻ ആഴ്ചകളിലൊക്കെ നമ്മൾ കേട്ടതും അറിഞ്ഞതുമായ വിഷയങ്ങളെയൊക്കെ ഒന്നുകൂടെ ഒന്ന് സമാഹരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. 12-ാം അധ്യായത്തിൽ നാം ഇതിനോടകം പഠിച്ചത് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ സത്യങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട ചിന്തകൾ ഇതിനോടകം നമ്മൾ ചിന്തിച്ചു. 12-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ ഉള്ള വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ പൊതുവായ വിശ്വാസി എന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, രണ്ടാമത്തത് സഭ എന്ന ശരീരത്തെക്കുറിച്ചുള്ള വിഷയമാണ് 12-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒന്നാമത്തത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ, രണ്ടാമത്തത് സഭയോടുള്ള ബന്ധത്തിലാണെങ്കിൽ, എന്നാൽ ഇനി മൂന്നാമത്തെ കാര്യം അത് 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെയും ചിന്തിക്കുമ്പോൾ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ആയ വിഷയം വളരെ പ്രായോഗികമായിട്ട് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അപ്പോൾ ഒന്ന്, ഞാനെന്നുള്ള വിശ്വാസി എന്ന നിലയിൽ; രണ്ട്, സഭ എന്നുള്ള ആ വലിയ ബോഡി എന്നുള്ള തലത്തിൽ; മൂന്ന്, ഞാൻ ആ സഭയ്ക്കകത്തുള്ള ഞാനും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് 12-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് നന്നായിട്ടറിയാം, ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള വളരെ ആത്മീയ ബന്ധത്തെക്കുറിച്ചും സാമൂഹിക ബന്ധത്തെക്കുറിച്ചും അവർ തമ്മിലുള്ള അല്ലെങ്കിൽ വിശ്വാസികളും അപ്പോൾ തന്നെ തമ്മിലുള്ള ആത്മീയ ബന്ധത്തെക്കുറിച്ചുള്ള വലിയ ഒരു എക്സ്പ്ലനേഷൻ പൗലോസ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മളോട് സംസാരിക്കുന്നു. അപ്പോൾ ഞാനും എൻ്റെ സഹോദരനും അല്ലെങ്കിൽ ഞാനും എൻ്റെ കൂട്ടുവിശ്വാസിയും തമ്മിലുള്ള ബന്ധം വളരെ പ്രായോഗികമായിട്ട് തന്നെയാണ് ഈ വാക്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രികാലം ഈ കേൾക്കപ്പെടുന്നതായ ചിന്തകൾ ഒരു ബൗദ്ധികമായ അറിവിൻ്റെ സ്റ്റോറിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുപോകാതെ, എവിടെയെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങളിലും ചിന്തകളിലും ജീവിതത്തിലും തിരുത്തപ്പെടേണ്ട ഏതെങ്കിലും മണ്ഡലങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തുവാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഈ ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിലൂടെ നമ്മൾ മുന്നോട്ട് കാണുന്നത്. സഭയെന്ന് പറയുന്നത് അന്യോന്യമുള്ള അല്ലെങ്കിൽ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ വലിയൊരു കൂട്ടമാണ്. അപ്പോൾ അന്യോന്യമുള്ള ബന്ധത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇവിടെ 3 കാര്യങ്ങൾ ഈ വാക്യങ്ങളിൽ 9 മുതൽ 21-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ 3 കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാം. ഒന്ന്, അവർ ആക്ഷൻ ടുവേഴ്സ് ദി ബ്രദറൻ, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തികൾ, എൻ്റെ സഹോദരനോടുള്ള ബന്ധത്തിലുള്ള എൻ്റെ ആക്ഷൻസ്, എൻ്റെ പ്രവർത്തികൾ. രണ്ട്, സഹോദരനോടുള്ള ബന്ധത്തിലുള്ള എൻ്റെ ചിന്തകൾ, എൻ്റെ ആറ്റിറ്റ്യൂഡ്സ്. മൂന്ന്, സഹോദരനോടുള്ള ബന്ധത്തിൽ ഉള്ള എൻ്റെ താല്പര്യം, എൻ്റെ ഇഷ്ടം, എൻ്റെ അഫെക്ഷൻ. ഈ 3 കാര്യങ്ങൾ ഈ 9-ാമത്തെ വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്നുകൂടെ പറയാം, ഈ 9 മുതൽ 21 വരെ വാക്യങ്ങളിൽ ഞാനും എൻ്റെ സഹോദരനും തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്ന 3 കാര്യങ്ങൾ നമ്മുടെ ചിന്തയിലേക്ക് അപ്പോസ്തലൻ കൊണ്ടുതരികയാണ്. ഒന്ന്, ഞാനും എൻ്റെ സഹോദരനും തമ്മിലുള്ള പ്രവർത്തനത്തിലുള്ള ബന്ധം.
2, ഞാനും എൻ്റെ സഹോദരനും തമ്മിലുള്ള എൻ്റെ ചിന്തയിലെ സംഗതികൾ. 3, ഞാനും എൻ്റെ സഹോദരൻ തമ്മിലുള്ള ബന്ധത്തിലുള്ള താല്പര്യങ്ങൾ, അഫെക്ഷൻസ്, ഇഷ്ടങ്ങൾ. ഇതിനെക്കുറിച്ച് പൗലോസ് ഓർപ്പിക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് ഇന്ന് രാത്രിയിൽ പറഞ്ഞ് ഇന്നത്തെ ബൈബിൾ സ്റ്റഡി ഇവിടെ അവസാനിപ്പിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചിന്തയിലേക്ക് വരുമ്പോൾ, അവർ ആക്ഷൻ ടുവേർഡ്സ് ദി ബ്രദർ. ഞാൻ എൻ്റെ സഹോദരനോടുള്ള ബന്ധത്തിൽ എൻ്റെ പ്രവൃത്തി, എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ ക്രിയകൾ, എൻ്റെ ആക്ഷൻ, ഇതിനെ ഞാൻ 2 നിലകളിൽ ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു. 1, അവർ സോഷ്യൽ ആക്ഷൻ, നമ്മുടെ സാമൂഹികമായ നമ്മുടെ പ്രവർത്തനം. 2, എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ചില ആത്മീയ പ്രവർത്തനം. ഇത് രണ്ടും സംയോജിപ്പിക്കപ്പെടേണ്ടതാണ്. 1, നമ്മുടെ സഹോദരനോടുള്ള ബന്ധത്തിലുള്ള സാമൂഹിക ബന്ധവും. 2, എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ആത്മീയ പ്രവർത്തനവും. ഇത് രണ്ടും സംയോജിക്കപ്പെടുമ്പോഴാണ് ഞാൻ എൻ്റെ സഹോദരനോടുള്ള ബന്ധത്തിലുള്ള എൻ്റെ പ്രവൃത്തികൾക്ക് കൃത്യമായ സംഗതി, കൃത്യമായ അളവ് അല്ലെങ്കിൽ കൃത്യമായ അനുഭവം വെളിപ്പെടുത്താനായിട്ട് കഴിയുന്നത്. ഈ വാക്യങ്ങൾ വളരെ സൂക്ഷ്മമായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്തുനിന്ന് അടർത്തിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. പലയിടത്ത് ചിതറിക്കിടക്കുന്നതായ ഈ ചിന്തകളെ ഞാനൊന്ന് ക്രോഡീകരിച്ച് നിങ്ങളോട് പറയാം. പലയിടത്ത് പല വാക്യങ്ങളിലും ഇതിനെ മിക്സ് ചെയ്ത് കിടക്കുന്നതിനൊക്കെ നമ്മളൊന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്കൊന്ന് വകതിരിച്ച് മാറ്റിയിട്ട് ഒന്ന് ചിന്തിക്കാം. അപ്പോൾ ഞാനും എൻ്റെ സഹോദരനും തമ്മിലുള്ള ബന്ധത്തിലുള്ള എൻ്റെ പ്രവൃത്തി 2 തലത്തിൽ നിന്ന് ചിന്തിക്കാം. 1, സാമൂഹിക തലത്തിൽ ഞാൻ എൻ്റെ സഹോദരനോടുള്ള എൻ്റെ പ്രവൃത്തി. 2, ആത്മീയ തലത്തിൽ എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ചില അനുഭവങ്ങളും. ഇത് രണ്ടും ഓരോന്നും ചിന്തിക്കുമ്പോൾ അവർ സോഷ്യൽ ആക്ഷൻസ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. വളരെ വിശദമായിട്ട് ഓരോ കാര്യങ്ങളും ഒന്ന് ഓർപ്പിച്ച് മുമ്പോട്ട് പോകാം. ഇവിടെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, ഈ വാക്യങ്ങളിൽ 1-ാമത്തെ കാര്യം നമ്മുടെ സാമൂഹിക ബന്ധത്തോടുള്ള ബന്ധത്തിൽ പറയുന്നത്, നമ്മുടെ സ്നേഹം നിർവ്യാജമായിരിക്കണം എന്ന് പറഞ്ഞാൽ അവർ ലവ് ഷുഡ് ബി ഹോണസ്റ്റ്ഫുൾ. വളരെ നിർവ്യാജമായിരിക്കണം ഞാനും എൻ്റെ സഹോദരനും തമ്മിലുള്ള ബന്ധം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്നേഹം അഭിനയിക്കാൻ പറ്റും, അല്ലേ? നമുക്ക് ആരെങ്കിലും കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. നമുക്ക് നന്നായിട്ട് അവരോട് ഇടപെടുന്നതായിട്ടൊക്കെ പ്രിറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പലപ്പോഴും നമുക്ക് സാധിക്കും, അല്ലേ? നമുക്ക് ഈ ഫിലിമിലൊക്കെ കൊടുക്കുന്ന ഓസ്കാർ അവാർഡ് കൊടുക്കാൻ വല്ലതും പദ്ധതി ഇട്ട് കഴിഞ്ഞാൽ നമ്മളിൽ പലർക്കും എന്ത് കിട്ടും? ഓസ്കാർ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞെന്ന് വരാം. എന്നാൽ ഞാനും എൻ്റെ സഹോദരനും തമ്മിലുള്ള എൻ്റെ ബന്ധത്തിൽ, എൻ്റെ സ്നേഹത്തിൽ നമുക്ക് സ്നേഹം പ്രിറ്റൻഡ് ചെയ്യാൻ കഴിയും, അഭിനയിക്കാൻ കഴിയും. എന്നാൽ പൗലോസ് പറയുകയാണ്, ആ സ്നേഹം നിർവ്യാജമായിരിക്കണം, ടു ബി വെരി ഹോണസ്റ്റ് ആയിരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഇതെല്ലാം നാം പറഞ്ഞു വരുമ്പോൾ പൗലോസ് ഒറ്റ ചിന്തയുടെ ബലത്തിലാണ് ഇതെല്ലാം പറയാൻ തുടങ്ങുന്നത്. 12-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ദൈവം നമ്മെ കരുണ കാണിച്ച് എന്നെയും നിങ്ങളെയും രക്ഷിച്ചു, എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിച്ചു, എന്നെയും നിങ്ങളെയും നീതീകരിച്ച് ദൈവമക്കളാക്കി തീർക്കാനുള്ള വലിയ ഒരു എക്സ്പ്ലനേഷൻ തന്നെ 12-ാമത്തെ അധ്യായം വരെയും പൗലോസ് പറഞ്ഞ് നിർത്തിയിട്ട് അതിൻ്റെ പ്രായോഗിക വശത്തേക്ക്, പ്രാക്ടിക്കൽ സൈഡിലേക്ക് പ്രവേശിക്കുമ്പോൾ, രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ ദൈവത്തെ യഥാർത്ഥമായി സേവിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടതായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് പറയുമ്പോൾ, യഥാർത്ഥമായി ദൈവത്താൽ നീതീകരിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അവനും അവൻ്റെ സഹോദരനോടുള്ള ബന്ധത്തിലുള്ള സ്നേഹം എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി ഹോണസ്റ്റ്, നിർവ്യാജമായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും എൻ്റെ കൂട്ടു സഹോദരനും തമ്മിലുള്ള ബന്ധം, കർത്താവ് എന്നെ രക്ഷിച്ചു എന്നതിൻ്റെ വെളിച്ചത്തിൽ
എനിക്കിനി അഭിനയിക്കേണ്ട കാര്യമില്ല. ഐ ക്യാൻ ബി വെരി ട്രൂത്ത്ഫുൾ, ഹോണസ്റ്റ്ഫുൾ ഇൻ ലവിങ് അതേഴ്സ്. അപ്പോൾ ഒന്നാമത്തത്, വി ഷുഡ് ബി വെരി ഹോണസ്റ്റ്. രണ്ടാമത്തത്, അതിൻ്റെ 10ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ. അവിടെ ഒരു കാര്യം പറഞ്ഞത് ബ്രദർലി ലവ് എന്നാണ് പറഞ്ഞത്. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട്. ഈ സഹോദര പ്രീതി എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഇൻറ്റിമസിക്കാണ് ബ്രദർലി ലവ് എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് നമ്മുടെ സ്നേഹം ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്നത് നമ്മുടെ കുടുംബക്കാരോടാണ്, നമ്മുടെ സഹോദരനോടാണ്, അല്ലേ? നമുക്ക് ഈ വഴിയെ പോകുന്നവരെ കുറിച്ചോ നാട്ടുകാരെ കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചോ അവരെ സ്നേഹിക്കുന്നതിൻ്റെ അളവും എൻ്റെ കൂടപ്പറപ്പായിരിക്കുന്ന എൻ്റെ സഹോദരനോടുള്ള എൻ്റെ സ്നേഹവും തമ്മിൽ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നത്, അതിനെ റെഫർ ചെയ്തിരിക്കുന്നത് വിത്ത് എ ക്ലോസസ്റ്റ് ഫാമിലി മെമ്പർ ആയിരിക്കുന്ന സഹോദരൻ്റെ പേരിലാണ്. അപ്പോൾ ഞാനും നിങ്ങളും തമ്മിൽ സഹോദരങ്ങളാണ്, അല്ലേ? നമ്മളതുകൊണ്ടല്ലേ ബ്രദർ എന്ന് കൂട്ടിയാണ് വിളിക്കുന്നത്. സഹോദരിമാരെ സിസ്റ്റർ എന്ന് കൂട്ടി വിളിക്കുന്നു, അല്ലേ? നമ്മൾ വെറുതെ നമ്മുടെ ഒരു പ്രാസത്തിന് വേണ്ടിയാണ് നമ്മൾ ബ്രദറിനും സിസ്റ്ററിനും വിളിക്കുന്നത് നമ്മൾ കരുതരുത്. ആക്ച്വലി ഐ ആം കോളിംഗ് സമ്മൺ ആസ് ബ്രദർ ബിക്കോസ് ഐ മീൻ ഇറ്റ് ദാറ്റ് he or she or he is my brother or any of them are my sisters. ആരെങ്കിലും എൻ്റെ സഹോദരിയോ എൻ്റെ സഹോദരനോ ആണ് എന്നുള്ള ചിന്തയിലാണ് നമ്മൾ സഹോദര എന്ന് വിളിക്കുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ അത് കേവലം വിളിക്ക് വേണ്ടി ഉള്ളതല്ല, ഒരു ടൈറ്റിലല്ല ബ്രദർ എന്ന് വിളിക്കാനോ സിസ്റ്റർ എന്ന് വിളിക്കാനോ, മറിച്ച് ഇറ്റ് ഷുഡ് ബി മെൻഡ്. അങ്ങനെ തന്നെ അതിനെ കരുതുകയും വേണം. ഞാൻ ഒരാളെ ബ്രദറെ എന്ന് വിളിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, സിസ്റ്ററെ എന്ന് വിളിച്ചാൽ, ദാറ്റ് മീൻസ് ദാറ്റ് സിസ്റ്റർലി ലവ് ആൻഡ് ബ്രദർലി ലവ് ഈസ് ബീൻ എക്സ്പാൻഡഡ് ഓർ ബീൻ എക്സ്റ്റെൻഡഡ്. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുവിശ്വാസിയും തമ്മിലുള്ള ബന്ധം സഹോദര ബന്ധമാണ്. ബി ലവിങ് ലൈക്ക് എ ബ്രദർ, ബ്രദർലി ലവ് ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരും ആ ആത്മീയ ബന്ധത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സഹോദര സ്നേഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടിനും പലയിടത്തും കണ്ടുവരികയാണ്. വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ട്, വളരെ വ്യക്തികേന്ദ്രിതമായിട്ടുള്ള സ്നേഹത്തിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. അങ്ങനെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈതലാണെങ്കിൽ നമ്മൾ നമ്മുടെ കൂട്ടുവിശ്വാസിയോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കണം? ഒരു സഹോദരനോടുള്ള ബന്ധം, ആ സഹോദരനുള്ള സ്നേഹം എങ്ങനെയാണ്? ആ നിലയിലുള്ള സ്നേഹമാണ്. ഒരു ആവശ്യമുണ്ടായ അതിനെക്കുറിച്ചൊക്കെ താഴോട്ട് പറയുന്നുണ്ട്, അവിടെ വരുമ്പോൾ ഞാനത് പറയാം. മൂന്നാമത്തെ കാര്യം, ആ 10ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നത്, സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, എനിക്ക് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം എന്ത് ചെയ്യണം? ഐ ഷുഡ് ബി വെരി, അതിനുവേണ്ടി ഞാൻ എപ്പോഴും ഒരുക്കമായിരിക്കണം. സോ ഹിയർ വി ആർ കമാൻഡഡ് ടു പുട്ട് അതേഴ്സ് എഹെഡ് ഓഫ് അവർ സെൽഫ്. എന്നെക്കാട്ടിലും മുന്നിൽ ഒരാളെ കാണാനായിട്ട്, ബഹുമാനിക്കാനായിട്ട് കഴിയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് ഞാൻ എല്ലാവരാലും ബഹുമാനിക്കപ്പെടേണ്ടവനാണെന്ന് പറഞ്ഞ് നിൽക്കുന്നതല്ല താഴ്മയെന്ന് പറയുന്നത്. ഞാൻ ഒരുപക്ഷെ ഇവിടെയുള്ള നമ്മുടെ ചർച്ചിലെ സഭയിലെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാനായിട്ട്, ഞാനിപ്പം സഭയിലെ വലിയ പാസ്റ്ററാണ്, മൂപ്പനാണ്, ഞാൻ ഇവിടുത്തെ എല്ലാം ആണെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശരിയായ ഒരു സമീപനമല്ല. മുതിർന്നവരാണെന്നോ ഇളയവരാണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ബഹുമാനിക്കാനായി, പ്രൈസ് ദി ലോർഡ്, പഴയ വിശ്വാസിയെന്നോ പുതിയ വിശ്വാസിയെന്നോ, പണ്ടുള്ള ആളെന്നോ പുതിയ ആളെന്നോ, ഏത് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണെന്നോ, സാമ്പത്തികമായ പശ്ചാത്തലമുള്ള ആളാണെന്നോ സാമ്പത്തികമില്ലാത്ത ആളാണെന്നോ, പ്രൈസ് ദി ലോർഡ്, ഏത് കുടുംബ പാരമ്പര്യമുള്ള ആളാണെങ്കിലോ ഇല്ലെങ്കിലോ, വി ഷുഡ് ബി വെരി ഹംബിൾ ടു ഷോ റെസ്പെക്റ്റ്. പ്രൈസ് ദി ലോർഡ്.
മറ്റുള്ളവരെ എന്നെക്കാട്ടിലും അധികം ബഹുമാനിക്കുന്നതിൽ ഞാൻ മുൻപിട്ട് വരണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ പ്രൈസ് ദി ലോർഡ് മറ്റുള്ളവരെ എന്നെക്കാട്ടിലും ശ്രേഷ്ഠരെന്ന് കണ്ടുകൊണ്ട് ബഹുമാനിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ നമ്മളിൽ പ്രാപിച്ചിരിക്കുന്ന നീതീകരണ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവ് തന്നെ മാതൃക കാണിച്ചിട്ടുണ്ടല്ലോ. ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി, ശിഷ്യന്മാർ അതിശയിച്ചു പോയി. ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ഏറ്റവും എളിമ ധരിച്ചവനായിരുന്നു കർത്താവ്. അപ്പോൾ ഞാനും എൻ്റെ സഹോദരനും തമ്മിലുള്ള ബന്ധത്തിൽ വി ഷുഡ് ബി വെരി ഹംബിൾ ടു റെസ്പെക്റ്റ്. ബഹുമാനം കാണിക്കുന്നതിൽ വളരെ മുമ്പിട്ടിറങ്ങണമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് ഉയർച്ചയോ താഴ്ചയോ സീനിയോറിറ്റിയോ ജൂനിയറോ വലിയ ആളെന്നോ ചെറിയ ആളെന്നോ വ്യത്യാസമില്ലാതെയുള്ള ഒരു സമീപനം ഞാനും എൻ്റെ സഹോദരനും ഞാനും എൻ്റെ കൂട്ടുവിശ്വാസിയും തമ്മിൽ വേണമെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ബി ഓണസ്റ്റ്, ബി ലവിങ്, ബി ഹംബിൾ. 4-മത്തെ ഒരു കാര്യം അവിടെ വായിക്കുന്നത് അതിൻ്റെ 11-ാം അധ്യായം 11-ാമത്തെ വാക്യം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കുവിൻ. അവിടെ ഒരു വാക്ക് ഇപ്പോൾ ചിന്തിക്കാം, മറ്റൊരു ഭാഗം പറയുമ്പോൾ മറ്റൊരു വാക്ക് ഞാൻ ഉദ്ധരിക്കുന്നതായിരിക്കും. ഇവിടെ കാണുന്ന പോലെ 1-ാമത്തെ പദം ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ. ബി ഡെലിജന്റ് ഓൾവേസ്. നമുക്ക് ഉത്സാഹം ഒരിക്കലും കുറഞ്ഞു പോകാനായിട്ട് പാടില്ല. ഇൻ അവർ ഡീലിങ്സ് വിത്ത് അതേഴ്സ് വി ആർ ടു ബി വെരി quick. So we are not supposed to be very slow and lazy. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യാനായി മറ്റെന്തെങ്കിലും ഒരു കാര്യം ഇടപെടാനായിട്ട് പ്രൈസ് ദി ലോർഡ് നമ്മുടെ കാര്യത്തിന് എത്രമാത്രം നമ്മൾ ഉത്സാഹിക്കുമോ അതേ അളവിൽ, അതേ ഇൻറ്റൻസിയിൽ, അതേ അനുഭവത്തിൽ നാം ഉത്സാഹത്തോടെ പ്രൈസ് ദി ലോർഡ് മറ്റൊരാൾക്ക് വേണ്ടി സഹവർത്തിക്കാനായിട്ട് ഇടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടി ഒരു ആവശ്യം വന്നാൽ, ഒരു സാഹചര്യം ഉണ്ടായാൽ എനിക്കതെങ്ങനെയാണോ ഞാൻ ഇടപെടുന്നത്, എനിക്കെങ്ങനെയാണോ ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്, അതേ ഉത്സാഹത്തിൽ ഡിലിജൻ്റായിട്ട് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് കഴിയണമെന്നുള്ളതാണ് പ്രൈസ് ദി ലോർഡ് ഇവിടെ ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. സോ മൈ action towards my brother in our social action, it should be very diligent. വളരെ ഉത്സാഹമുള്ളവരായിരിക്കണം. നമുക്ക് പലപ്പോഴും മറ്റൊരാളുടെ ആവശ്യം വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇച്ചിരി ഒന്ന് ലേസി ആകാനായിട്ട് സാധ്യതയുണ്ട്, ഇച്ചിരി സ്ലോ ആകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവജനം നമ്മെ ഓർപ്പിക്കുന്നത് അതിൽ ഉത്സാഹമുണ്ടായിരിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കാര്യത്തിൽ ഞാൻ കാണിക്കുന്ന ശുഷ്കാന്തിയെക്കാട്ടിൽ കൂടുതൽ കാണിക്കണം എൻ്റെ സഹോദരന് വേണ്ടി, എൻ്റെ കൂട്ടുവിശ്വാസിക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഇടപെടുന്ന എൻ്റെ ഇടപെടലുകൾക്ക് വളരെ ഉത്സാഹമുണ്ടായിരിക്കണം. എത്ര പ്രായോഗികമായ കാര്യമാണ് പൗലോസോട് ഓർപ്പിക്കുന്നത്. അപ്പോൾ 4, ബി ഡിലിജൻറ്റ്. 5-ാമത്തെ കാര്യം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ, പ്രാർത്ഥനയിൽ ഉറ്റിയിരിക്കുവിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിപ്പിൻ. ബി ഹെൽപ്ഫുൾ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മളൊരു സഭയായി ഒന്നിച്ചായിരിക്കുമ്പോൾ പലർക്കും പല ആവശ്യങ്ങളുണ്ടാകാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരുടെയും ആവശ്യങ്ങളെല്ലാം നിവർത്തിക്കാനായിട്ട് പക്ഷേ നമുക്ക് പരിമിതി ഉണ്ടാകാം. എന്നാൽ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യണം? കൂട്ടായ്മ ആചരിക്കണം. അതുകൊണ്ടാണ് ആദിമസഭയിൽ ഇനിഷ്യൽ സ്റ്റേജിൽ സകലതും പൊതുവകയെന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നിച്ചങ്ങ് വെച്ചേക്കാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് വീതം വെച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ആർക്കും ആരുടേതായ സ്വന്തമായിട്ടൊരു കസ്റ്റഡിയിലൊരു സംഗതിയില്ല, എല്ലാം പൊതുവകയായിട്ട് എണ്ണിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം അത് ഒരുപക്ഷെ അന്ന് അതങ്ങനെ ഇടപെട്ടത്. പല റീസൺസ് അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ദൈവസഭയിൽ നമ്മുടെ ആത്മീയ സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നത്, നമ്മൾ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾക്ക് കൂട്ടായ്മ കാണിക്കുന്നവരായിരിക്കും. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യണം.
പ്രൈസ് ദി ലോർഡ്. വി ഷുഡ് ബി വെരി ഹെൽപ്ഫുൾ. നമ്മൾ ഹല്ലേലൂയ ഒരാളെ സഹായിക്കുന്ന കാര്യത്തിൽ, നമ്മുടെ കൂട്ടു സഹോദരനെ സഹായിക്കുന്ന കാര്യത്തിൽ അവനൊരു ആവശ്യം വന്നാൽ ഹല്ലേലൂയ ഇടവും വലവും മറന്ന് സഹായിക്കാനുള്ള ഹൃദയം ഉള്ളവരായിരിക്കണം. ആര്? വേർപെട്ടവർ. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ടവർ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ഈ റോമാലേഖനത്തിൽ പറഞ്ഞ 11 അധ്യായം വരെ ഡിസ്കസ് ചെയ്ത നീതീകരിക്കപ്പെട്ടവർ. അവരോടുള്ള നമ്മുടെ അന്യോന്യമുള്ള ബന്ധത്തിൻ്റെ സാമൂഹിക തലത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. വി ഷുഡ് ബി വെരി ഹെൽപ്ഫുൾ. അടുത്തത് 6ാമത്തെ കാര്യം അവിടെ വായിക്കുന്നത്, അതിൻ്റെ 15ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ എന്ത് ചെയ്യണം? കരയുകയും ചെയ്യണം. വി ഷുഡ് ബി വെരി കമ്പാഷനേറ്റ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വളരെ ആർദ്രതയുള്ള, ഹല്ലേലൂയ, നമ്മൾ സന്തോഷമുള്ളവരോടുകൂടി സന്തോഷിക്കണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഒരു വാഹനം മേടിച്ച്, ഒരു കാറ് മേടിച്ച് അവർക്ക് വലിയ സന്തോഷമാണെങ്കിൽ അതിൻ്റെ അർത്ഥം അയ്യോ എനിക്ക് എന്നാലും അങ്ങനെ ഒരെണ്ണം മേടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ചിന്തയല്ല നമുക്ക് വരേണ്ടതെന്നാണ് അവിടെ പറയുന്നത്. എൻ്റെ കൂട്ടുസഹോദരൻ നല്ലൊരു വണ്ടി മേടിച്ചാൽ, നല്ലൊരു വാഹനം മേടിച്ചാൽ, നല്ലൊരു വീട് വെച്ചാൽ, അവന് നല്ലൊരു ജോലി കിട്ടിയാൽ, അവന് നല്ലൊരു ഭാവി ഉണ്ടായാൽ, അവന് നല്ല നന്മകളുണ്ടായാൽ അവർക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ എനിക്കെന്താ ചെയ്യേണ്ടത്? അയ്യോ എന്നാൽ എനിക്ക് കിട്ടിയില്ലല്ലോ, ഞാനിങ്ങനെ പെട്ടുപോയല്ലോ, എനിക്കെന്നാലും സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അസൂയ പൂണ്ടിരിക്കാനല്ല, അവനോട് നമുക്ക് അവൻ്റെ സന്തോഷത്തിൽ എനിക്കും ഒരു സന്തോഷമുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആ സന്തോഷം എൻ്റെയും ഒരു സന്തോഷമാകണം. പ്രൈസ് ദി ലോർഡ്. മറ്റൊരാൾക്ക് നന്മ കൊണ്ടായാൽ നമ്മൾ ചിലപ്പം പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പുറമേ പറയുമെങ്കിൽ ഉള്ളിൽ ചിലപ്പോൾ ആ തലത്തിൽ, ആ അർത്ഥത്തിലല്ലായിരിക്കാം നമ്മൾ പ്രൈസ് ദി ലോർഡ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മറ്റൊരാൾ സന്തോഷിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ സന്തോഷിക്കണം, എനിക്ക് സന്തോഷം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ മറ്റൊരാൾക്ക് ദുഃഖമുണ്ടായാൽ അവൻ അല്ലേലും അങ്ങനെ വരണമായിരുന്നു എന്നല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ അല്ലേലും അങ്ങനെ സംഭവിക്കണമായിരുന്നു എന്നല്ല. ഹല്ലേലൂയ. അവൻ്റെ ദുഃഖത്തിലും ഞാൻ പങ്കാളികളാകണം. വി ഹാവ് ടു എംപതൈസ് വിത്ത് ദോസ് ഹു മോൺ. പ്രൈസ് ദി ലോർഡ്. മറ്റ് പലർക്കും ഉണ്ട്, പലപ്പോഴും പലരുടെയും ഒരു രീതിയാണ് ഈ പ്രയാസം ഉണ്ടാകുമ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പറഞ്ഞ പോലെ, എന്നാലും എന്താ ബ്രദറെ അങ്ങനെ പറ്റിപ്പോയേ, എന്നാലും സിസ്റ്റർ ഇത് ഭയങ്കര സംഭവമായി പോയല്ലോ, ഇത് കൂടെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണല്ലോ വരുന്നത്, എന്താ പ്രാർത്ഥനയുടെ കുറവായിരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും അതിനെയൊക്കെ വളരെ നെഗറ്റീവായിട്ട്, പ്രൈസ് ദി ലോർഡ്, ഇതൊക്കെ നമ്മളിൽ സംഭവിക്കുന്ന കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, പ്രൈസ് ദി ലോർഡ്, അത് ദുഃഖത്തിലായിരിക്കുന്നവരുടെ ദുഃഖത്തോടൊപ്പം ചേരാൻ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു പരാജയം തന്നെയല്ല. ഈ ദുഃഖത്തോടൊപ്പം ചേരാനായിട്ട് ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് പല നെഗറ്റീവ് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദുഃഖത്തോടൊപ്പം ചേരുകയല്ല സത്യത്തിൽ നടക്കുന്നത്, ദുഃഖത്തെ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അറിയാമല്ലോ, ചില ഈ മരണ വീട്ടിലൊക്കെ ചെന്നാലേ നമ്മൾ ചില ആൾക്കാരൊക്കെ അതിൻ്റെ ആ പരിസരം അറിയാതെ ഇങ്ങനെ ഭയങ്കര കിഴിഞ്ഞ് കുത്തിയൊക്കെ പല കാര്യങ്ങളൊക്കെ ചോദിച്ച്, അതായത് അവർ വളരെ ദുഃഖത്തിലായിരിക്കുകയാണ്. നമ്മൾ അവരോട് വളരെ കമ്പാഷനേറ്റായിട്ട് വി ഹാവ് ടു എംപതൈസ് വിത്ത് ദെയർ സോറോസ്. അവരുടെ ആ വിഷമത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? അതിനോടൊപ്പം ഇങ്ങനെ ഒന്നും സംസാരിച്ചില്ലെങ്കിലും കുറച്ച് നേരം മൗനമായിട്ടിരുന്നാലും മതി. ജസ്റ്റ് എ ഫിസിക്കൽ പ്രസൻസ് തന്നെ വളരെ കംഫർട്ടബിളാണ്. അതല്ല നമ്മൾ ചിലപ്പം ചെന്നിട്ട് എന്നാലും അത് എങ്ങനെയായിരുന്നു, അസുഖമായിരുന്നു, അത് ഏത് അസുഖമായിരുന്നു, ക്യാൻസർ ആയിരുന്നു, അതോ മറ്റെന്തെങ്കിലും ആണോ, എന്തെങ്കിലും പറ്റി, എന്താ, ഇതൊക്കെ ചോദിച്ച് ആ ദുഃഖത്തിൻ്റെ അകത്ത് കിടന്ന് നമ്മളങ്ങ് ദുഃഖം കൂട്ടുന്നല്ലാതെ നമ്മൾ അവിടെ ഒരു ആശ്വാസം കൊടുക്കുന്നില്ല. പ്രൈസ്. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നു, വി ഷുഡ് ബി വെരി കമ്പാഷനേറ്റ് ടു ദോസ് ഹു ആർ റിജോയ്സിങ് ആസ് വെൽ ആസ് ദോസ് ഹു ആർ ഗോയിങ് അണ്ടർ ദി സോറോസ്. ദുഃഖിക്കുന്നവരോടും സന്തോഷിക്കുന്നവരോടും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ അവരോടൊപ്പം ആകാനായിട്ട് കഴിയണം. പ്രൈസ് ദി ലോർഡ്. സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുകയും കരയുന്നവരുടെ കൂടെ കരയുകയും ചെയ്യും. സോ ദീസ് ആർ ദി സം ഓഫ് ദി സോഷ്യൽ ആക്ഷൻസ്. സാമൂഹിക ബന്ധം ഞാനും എൻ്റെ കൂട്ടു സഹോദരനും സഹോദരിയും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ച് വളരെ കാതലായ കാര്യങ്ങൾ. ഇതൊക്കെ വളരെ ഒരു മന്ത്രവാക്യം പോലെ നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഇത് നമ്മുടെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം വളരെ ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കും, വളരെ സന്തോഷകരമായിട്ട് ഇരിക്കും. അടുത്തത് അവർ സ്പിരിച്വൽ ആക്ഷൻസ്. ഞാനും എൻ്റെ സഹോദരനോടുള്ള ബന്ധത്തിൽ എൻ്റെ ആത്മീയ
പ്രവർത്തനം. പലപ്പോഴും ഈ സ്പിരിച്വൽ ആക്ഷൻസ് ശരിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സോഷ്യൽ ആക്ഷൻസും ശരിയാകും. സോ വി ആർ ട്രൈങ് ടു എക്വിപ്പിംഗ് അവർ സെൽഫ് ഇൻ ദിസ് സ്പിരിച്വൽ ആക്ഷൻസ്. ഈ ആത്മീയ പ്രവർത്തനത്തിൽ ഞാൻ എന്താ ചെയ്യുന്നത്? അതിൽ ഞാൻ എക്വിപ്ഡ് ആകും തോറും എന്ത് സംഭവിക്കുന്നു? എൻ്റെ സോഷ്യൽ ആക്ഷൻ, എൻ്റെ സഹവിശ്വാസിയോടുള്ള സാമൂഹിക ബന്ധം വളരെ കൃത്യമായി, വളരെ നന്നായി നടക്കും. ഇവിടെ പൗലോസ് ഈ പറയുന്ന വാക്യങ്ങളുടെ ഇടയിലെല്ലാം ഒരു ആത്മീയ, തന്നിൽ തന്നെ വ്യാപരിക്കേണ്ട ഒരു ആത്മീയ തലത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുണ്ട്. അതിലൊന്ന് ഇവിടെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വീണ്ടും നമുക്ക് വരാം. ഞാനത് പറഞ്ഞത് എല്ലാം ചിതറിക്കിടക്കുന്നത് നമ്മളിങ്ങനെ ക്രോഡീകരിച്ച് കൊണ്ടുപോവാണ്. അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പ്രൈസ് ബി ഹോളി എന്ന് പറഞ്ഞാൽ സ്നേഹമുണ്ടായിരിക്കണം, അത് നിർവ്യാജവുമായിരിക്കണം. എന്നാൽ എൻ്റെ ഉള്ളിലെ സ്പിരിച്വൽ ആക്ഷൻ എന്തായിരിക്കണം? അത് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഹോളി. അത് എന്തായിരിക്കണം? തീയത, വിശുദ്ധമായിരിക്കണം. ഇപ്പോൾ ഒരാളോട് എനിക്ക് സ്നേഹം കാണിക്കാം, അത് നിർവ്യാജവുമായിരിക്കാം. എന്നാൽ എൻ്റെ ഉള്ളിൽ അത് അനീതിയുടെയും അശുദ്ധിയുടെയും മണ്ഡലത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ പ്രൈസ് ദി ലോർഡ്, എനിക്ക് അവിടെ ആ വ്യക്തിക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാനായിട്ട് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്, എനിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയും. എന്നാൽ എനിക്ക് സ്നേഹം കൊടുക്കാൻ കഴിയുന്നത് എൻ്റെ ജീവിതത്തെ അശുദ്ധീകരിച്ചിട്ട്, എൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ കളങ്കം ചെയ്തിട്ടുള്ള ഒരു സ്നേഹവും എനിക്ക് എന്ത് ചെയ്യാൻ പാടില്ല? എനിക്ക് കൊടുക്കാനായിട്ട് പാടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഈ യങ്ങർ ജനറേഷനൊക്കെ അവരുടെ പാർട്ട്നേഴ്സിനെയൊക്കെ അവർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അവരോട് ഉപദേശിക്കാറുണ്ട്, കുഞ്ഞുങ്ങളെ, അതൊക്കെ ദൈവം ഒരുക്കിയിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം, ഇറ്റ് ഈസ് ഗോഡ്സ് ഡിസൈൻ ആൻഡ് ഗോഡ്സ് ഡിസയർ. ഗോഡ് ഹാസ് എ ഡെഫിനിറ്റ് പർപ്പസ് ഫോർ ഈച്ച് ആൻഡ് എവരി വൺ. സോ നമ്മൾ പോയി കുരുക്കിനകത്ത് വീഴുന്നതിനെക്കാട്ടിലും പ്രൈസ് ദി ലോർഡ്, എനിക്ക് സ്നേഹമാ പാസ്റ്റർ, എനിക്ക് അവരോട് സ്നേഹമാ എന്ന് പറയുന്ന ആ സ്നേഹമല്ല, എനിക്ക് വളരെ ഓപ്പൺ ഹാർട്ടഡ്ലി സ്നേഹിക്കല. അശുദ്ധിയുടെ മണ്ഡലത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന സ്നേഹമെല്ലാം എന്താണ്? അത് സ്നേഹമല്ല. ഇറ്റ്സ് എ ഫേക്ക് ലവ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ആൻ അഗാപ്പിക് ലവ്. ഇറ്റ് ഈസ് എ എറോട്ടിക് ലവ് എന്ന് പറയും. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായ അഗാപ്പയുടെ സ്നേഹമല്ല, അത് ഒരു ഇമോഷണൽ മാത്രമായ സ്നേഹമാണ്. സോ എൻ്റെ സ്നേഹം നിർവ്യാജമായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിലെ ആത്മീയ പ്രവർത്തനത്തിൽ ഐ ഷുഡ് ബി വെരി ഹോളി. ഞാൻ വളരെ വിശുദ്ധനായിരിക്കുന്നു. വിശുദ്ധിയെ കളങ്കപ്പെടുത്തിയിട്ട്, വിശുദ്ധിയെ ബലിയാടാക്കിയിട്ട് ഒരു സ്നേഹപ്രകടനത്തിനും ഞാൻ ഒക്കത്തില്ലെന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ നിർണയമായിരിക്കണം. രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നത് 11-ാമത്തെ വാക്യത്തിൽ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവർ. ആ വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആത്മാവിൽ എരിവുള്ളവരായി, അല്ലെങ്കിൽ മറ്റ് ഭാഷകളിലൊക്കെ പറയുമ്പോൾ വി ആർ വെരി എക്സൈറ്റിങ്. എരിവെന്ന് പറയുമ്പോൾ ഒരു വാട്ടർ ബബ്ലിംഗ് പോലെ, ഈ ചൂട് വെള്ളം തിളയ്ക്കുമ്പോൾ ഈ തിളച്ച വെള്ളത്തിനകത്ത് കിടന്ന് ഇങ്ങനെ ബബിൾസ് ചെയ്യുന്ന കാണാമല്ലോ. എന്താ അതിൻ്റെ കാര്യം? അതിൻ്റെ മോളിക്യൂൾസ്, അതിൻ്റെ ആറ്റംസ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ തിളച്ച വെള്ളം കിടന്നിങ്ങനെ അങ്ങ് ചാടി അതിനകത്തുനിന്ന് പോകാനുള്ള ഒരു വ്യഗ്രത കാണിക്കുന്നുണ്ട്, അല്ലേ? സോ ദാറ്റ് ഈസ് വാട്ട് എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എരിവെന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് ആത്മീയ വിഷയത്തിൽ ഒരു എരിവുള്ള വ്യക്തിയും കൂടി ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഉറക്കം തൂങ്ങി, പ്രൈസ് ദി ലോർഡ്, ഒരുമാതിരി എന്നെ ഇവിടെ കൊണ്ട് ഇരുത്തി കളഞ്ഞല്ലോ എന്നുള്ള ചിന്തയായിരിക്കരുത്. അവൻ എപ്പോഴും ഒരു ആവേശം വേണം, എപ്പോഴും ഒരു ഉത്സാഹം വേണം. ദൈവവചനം പഠിക്കാൻ, പ്രാർത്ഥിക്കാൻ, കൂട്ടായ്മ ആചരിക്കാൻ, സഭായോഗത്തിന് പോകാൻ, എല്ലാം ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അതല്ലാതെ അയ്യോ എന്നെ ആരാ ഇവിടെ കൊണ്ട് നിർത്തിയത്, ഗതികേടായിപ്പോയല്ലോ എന്നല്ല നമ്മുടെ മനോഭാവം. മറിച്ച് ആത്മാവിൽ എരിവുള്ളവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലപ്പോഴും ആളുകൾക്കൊരു ചിന്തയുണ്ട്, ഒരു ഫാഷൻ എന്ന് പറയുന്നത് വലിയ ആത്മീയമൊന്നും കാണിക്കാതെ ഇച്ചിരി വളരെ ഡീസൻ്റായിട്ടും പക്വതയോടും അല്ലെങ്കിൽ ഇച്ചിരി ഗൗരവത്തിലും ഒക്കെ ഇരിക്കുന്നത് ഒരു ആത്മീയതയുടെ ഒരു നല്ല പക്വതയുടെ ലക്ഷണമാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ വാ തുറന്നൊരു സ്തോത്രമോ അല്ലെങ്കിൽ ഒന്നും പറയാതെ
അല്ലെങ്കിൽ അതൊക്കെ ഒരു അൺഡീസൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഷൗട്ട് ചെയ്ത് ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു മാനക്കേട്ട വിഷയമാണ്. അതുകൊണ്ട് ആത്മീയ ഇങ്ങനെ അടങ്ങിയൊക്കെ ഇരുന്നാൽ അതൊക്കെ ഒരു ഡീസൻറ്റ് ഒരു സ്പിരിച്വൽ അഡ്ജസ്റ്റർ ആണെന്നൊക്കെ പറയുന്നവരുണ്ട്. ചുമ്മാതാ. പ്രൈസ് ദി ലോർഡ്. നല്ല ആത്മീയനാണെങ്കിൽ, കറുതീർന്ന ആത്മീയനാണെങ്കിൽ അവൻ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കും, അവൻ ദൈവത്തെ പുകഴ്ത്തും, ദൈവത്തെ ആരാധിക്കും, ഹൃദയം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യും, ഹല്ലേലൂയ എന്നൊക്കെ വിളിച്ചു പറയും, പ്രൈസ് സ്തോത്രം എന്നൊക്കെ ദൈവസ്ഥാനത്തിൽ ഉച്ചത്തിൽ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തും. ഹി ഈസ് നോട്ട് ബോതർഡ് അബൌട്ട് ഹിസ് ഡീസൻസി. ദാവീദ് രാജാവ് എന്താ ചെയ്തത്? രാജാവാണെന്നുള്ള ഗമയൊന്നും കളിച്ചില്ല. രാജാവ് എന്നുള്ള ഡീസൻസി വരും കളഞ്ഞിട്ട് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു. മീകളിന് ഇത് കണ്ടപ്പോൾ അയ്യേ ഇതെന്തുവാന്നുള്ള ചിന്ത വരെ വന്നു. കാരണം ഹീസ് എ കിങ്, ഇങ്ങനെയൊക്കെയാണോ വേണ്ടത് എന്ന രീതിയിൽ ഈ മീകളിന് വരെ തോന്നിപ്പോയി. എന്ന് പറഞ്ഞാൽ അയ്യോ നാണം കെട്ടത് എന്ത് പരിപാടി കാണിക്കുന്നത് എന്ന നിലയിൽ ഈ മീകളിന് വരെയും ചിന്തിക്കത്തക്ക നിലയിൽ ഹി വാസ് ജസ്റ്റ് നോട്ട് ബോദറിങ് ഓഫ് വാട്ട് അതേഴ്സ് തിങ്ക്. ബി വെരി എക്സൈറ്റ്. ആത്മാവിൽ എരിവുള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ 6 കൂട്ടം കാര്യങ്ങളെല്ലാം ക്രമമായിട്ട് നടക്കും. മൂന്നാമത്തത് അവിടെ വായിക്കുന്നത് ബി ഫെയ്ത്ത്ഫുൾ. 11-ാം വാക്യം തന്നെ വീണ്ടും ഉത്സാഹത്തിൽ മടുപ്പില്ലാത്ത ആത്മാവിൽ എരിവുള്ള കർത്താവിനെ സേവിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നാം ഇതെല്ലാം ചെയ്യുന്നത് ബൈ ഡീഫോൾട്ട് വി ആർ സെർവിങ് ദ ലോർഡ്. കഷ്ടതയിൽ ഇരിക്കുന്ന ഒരാളെ സഹായിച്ചെങ്കിൽ, അല്ലെങ്കിൽ കഷ്ടതയിലിരിക്കുന്ന ഒരു വിശ്വാസിക്ക് നമ്മൾ അവരുടെ ആവശ്യങ്ങളിൽ സഹായിച്ചുവെങ്കിൽ, ഒരാൾ ഭാരത്തിലും പ്രയാസത്തിലിരിക്കുന്ന അവനെ സഹായിച്ചെങ്കിൽ, ദിസ് ഈസ് എ ഗ്രേറ്റ് മിനിസ്ട്രി. പലപ്പോഴും അതൊരു ശുശ്രൂഷയാണെന്ന് പലർക്കും അത് തോന്നത്തില്ല. ശുശ്രൂഷ എന്ന് നമ്മൾ വിചാരിക്കുന്നത് വെള്ള ഉടുപ്പൊക്കെ ഇട്ട് ബൈബിളൊക്കെ പൊക്കി പിടിച്ച് പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ അതുപോലെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെയാണ് ശുശ്രൂഷ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനെക്കാട്ടിൽ വളരെ ശ്രേഷ്ഠമേറിയ ശുശ്രൂഷയാണ് മറ്റൊരാളെ സഹായിക്കാനും അവരുടെ ആവശ്യങ്ങളിൽ അവന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതും അവന് വേണ്ടി ത്യാഗം സഹിക്കുന്നതും അവന് വേണ്ടി നമ്മളാൽ കഴിയുന്നതായ നിലയിൽ നമ്മൾ ഇടപെടുന്നതെല്ലാം എന്താണ്? അതെല്ലാം സേവനം. ദിസ് ഈസ് എ ഫെയ്ത്ത്ഫുൾ സർവീസ് that we are doing. അത് നമ്മുടെ ആത്മീയ കാഴ്ചയാണ്, ആത്മീയമായുള്ള നമ്മുടെ ആക്ഷനാണ്. ബി ഫെയ്ത്ത്ഫുൾ. 4-ാമത്തെ കാര്യം എന്നെ വളരെ സന്തോഷിപ്പിച്ചത്, ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് വീട്ടിൽ പറയുകയും ചെയ്തു, ആശയിൽ സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. വി ഷുഡ് ബി വെരി ഹാപ്പി. ദൈവമക്കളായ നമ്മൾ എപ്പോഴും സന്തോഷത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു ജസ്റ്റർ, പ്രൈസ് നമ്മളെ കണ്ടാലേ അതിന് കടന്തൽ കടിച്ചതുപോലെ ഇരിക്കാൻ പാടില്ല. വി ഷുഡ് ബി വെരി ഹാപ്പി. ദോ വി ഹാവ് പ്രോബ്ലംസ്. പ്രശ്നമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. ജോലിയിൽ പ്രശ്നം കാണും, സാലറി കട്ട് കാണും, യുദ്ധം വന്ന് പ്രൊജക്റ്റ് നിന്ന് കാണും, യുദ്ധം വന്ന് നമ്മുടെ പേര് എൻലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം, അടുത്ത 2 മാസത്തിനുള്ളിൽ ശരിയായില്ലേ നിങ്ങളെ പറഞ്ഞു വിടും എന്നൊക്കെ ഉള്ള മെസ്സേജ് നമുക്ക് ഇമെയിലായിട്ടൊക്കെ വന്ന് കാണും. ഇതെല്ലാം വരും. ഇവിടെ ഒരു ദൈവവൈതൽ, ആത്മീയ കാഴ്ചപ്പാടുള്ള ദൈവവൈതൽ, ഹി വിൽ ബി വെരി ഹാപ്പി. ഞാൻ സാധാരണ പറയാറുണ്ട്, വിശ്വാസികൾ എപ്പോഴും സന്തോഷമുള്ളവരായി ഇരിക്കണം. പട്ടിണിയാണേലും പ്രൈസ് ദി ലോർഡ് ഉടുത്തൊരുങ്ങി വെളിയിലോട്ട് നടക്കുന്നത് കണ്ടാൽ നല്ല രാജകീയമായിട്ട് തന്നെ പോകണം. അതാണ് ഞാൻ പറയാറുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലാതെ നമ്മുടെ വിഷമവും പ്രയാസവും എല്ലാം കാണിച്ച് ഒരു പഞ്ഞത്തരം കാണിക്കാനായിട്ടല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എത്രമാത്രം ദുഃഖവും കഷ്ടമൊക്കെ വന്നാലും വി ഷുഡ് ബി വെരി പ്ലസൻറ്റ്ഫുൾ, ചിരിക്കുന്നവരായി, ഹാപ്പി ആയിട്ട്. ഹല്ലേലൂയ. നമ്മെ കണ്ടാൽ ഓർക്കണം, ഇവരെന്തൊക്കെ നല്ല മുന്തിയ ആളുകളാണെന്ന് മറ്റുള്ളവർക്ക് തോന്നണം. ഉള്ളിലുള്ള പ്രശ്നം നമുക്കറിയാം, ഉള്ളിലുള്ള സംഘർഷം നമുക്കറിയാം. ചിലപ്പം വാടകയ്ക്കൊന്നും കൊടുക്കാനായിട്ടില്ലാതെ നമ്മൾ ഭാരപ്പെടുന്നുണ്ടാകാം. റെൻറ്റിൻ്റെ മേടിക്കുന്ന ആൾ നമ്മുടെ റെൻറ്റ് മേടിക്കാൻ നമ്മളെ നോക്കി നടക്കുന്നുണ്ടാകാം. നമ്മുടെ സാലറി കിട്ടിയിട്ട് ചിലപ്പം മാസങ്ങളായിട്ടുണ്ടാകാം. നമുക്ക് വരുമാനമില്ലായിരിക്കാം, നമുക്ക് ദുഃഖമുണ്ടായിരിക്കാം, രോഗമുണ്ടായിരിക്കാം. ഒരുപക്ഷെ നമ്മൾ ഒത്തിരി രോഗം വഹിച്ചാൽ ജീവിക്കുന്നെങ്കിലും ഇതൊന്നും പുറത്ത് കാണാതെ ബി വെരി ഹാപ്പി, വളരെ സന്തോഷമുള്ളവരായി, പ്ലസൻറ്റ്ഫുള്ളായിട്ട്, വളരെ ചിരിക്കുന്നവരായി. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, ആശയിൽ സന്തോഷിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ആൻഡ് ബി പ്രേയർഫുൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത കാര്യം കൂടെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാനത് സ്ലൈഡിൽ വിട്ടുപോയി. ബി ഹോപ്പ്ഫുൾ. ബി ഹാപ്പി,
12-ാമത്തെ വാക്യം തന്നെ പറയുന്നു, ആശയിൽ സന്തോഷിക്കാനാണ് പറയുന്നത്. റിജോയ്സിങ് ഇൻ ദ ഹോപ്പ്. ഒരു കാര്യം കൂടെ നമുക്ക് എന്ത് ചെയ്യണം? സന്തോഷം കൂടി, ആശയിൽ സന്തോഷിക്കാനാണ്. എന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും പ്രൈസറോ നല്ല പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ ഓർത്തിട്ടാണ് നാം ദൈവസ്ഥലം എന്തെങ്കിലും സന്തോഷിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഇന്നിവിടെ കാണുന്ന എന്തെങ്കിലും സംഗതികൾ ഇല്ലാതായിട്ടോ, നമ്മുടെ ഏതെങ്കിലും ഭൗതിക നന്മ തീർന്നു പോയിട്ടോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടോ നമ്മൾ വാടിയിരിക്കാനായിട്ടല്ല, മറിച്ച് വിശ്വാസികളുടെ ഒരു ആത്മീയ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും എനിക്കൊരു നിത്യമായ ഒരു പ്രത്യാശയുണ്ട്. ദാറ്റ് മേക്സ് മീ ഹാപ്പി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എന്നെ രക്ഷിച്ച്. റോമാലേഖനം 5-ാം അധ്യായം പറഞ്ഞപ്പോൾ ഞാൻ ആ ഭാഗമൊക്കെ വിശദീകരിച്ച, നിങ്ങൾക്ക് പോയി പിന്നെ ഒന്ന് അത് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എപ്പോഴും സന്തോഷിക്കാൻ. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം കഷ്ടതയിലും പ്രശംസിക്കുന്നു എന്നൊരു വാക്യമുണ്ട് അല്ലേ. നമുക്ക് കഷ്ടതയൊക്കെ വന്നാലും അതൊന്നും പുറത്ത് കാണത്തില്ല, പുറത്ത് വളരെ സന്തോഷമായിരിക്കും. ബിക്കോസ് വി ഹാവ് എ ഹോപ്പ്. എനിക്കൊരു പ്രത്യാശയുണ്ട്, എനിക്ക് നല്ലൊരു ദൈവത്തിലുള്ളൊരു പ്രത്യാശയുണ്ട്. ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും ഐ ആം നോട്ട് ഗോയിങ് ടു എൻഡ് ഹിയർ. ഞാനിവിടെ അവസാനിക്കുന്നില്ല. എനിക്ക് ദൈവം മറ്റു പലതും പ്രൈസിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യാശയുള്ളവരായിരിക്കുമ്പോൾ ദാറ്റ് ഈസ് എ സ്പിരിച്വൽ ആക്ഷൻ. എന്നിട്ട് അവിടെ ഒരു കാര്യം കൂടെ പറയുന്നത്, പ്രാർത്ഥനയിൽ ഉച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചാൽ what we have discussed earlier, our social action, be honest, be loving, be humble, be diligent, be helpful, be compassionate, ഇതെല്ലാം equipped ആകുന്നത് എങ്ങനെയാണ്? when our spiritual actions are connected, when we are holy, when we are excited, when നമുക്ക് വളരെ ആത്മാവിൽ എരിവുള്ളവരായിരിക്കുമ്പോൾ, when we are able to serve, when we are happy, when we are hopeful, and when we are prayerful, ഇതെല്ലാം എന്ത് സംഭവിക്കുന്നു? That will reflect in our social action towards our brother. എൻ്റെ സഹോദരനോടുള്ള ബന്ധത്തിലുള്ള ഹല്ലേലൂയ ശുശ്രൂഷകൾക്ക് അത് വലിയ അനുഗ്രഹമായി തീരും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, our action towards the brother. രണ്ടാമത്തെ കാര്യം, our attitudes towards the brethren. പ്രൈസ് ദി ലോർഡ്. സഹോദരനോടുള്ള ബന്ധത്തിൽ ഒന്ന് എൻ്റെ പ്രവൃത്തിയാണെങ്കിൽ, ഇനി 2 എൻ്റെ മനോഭാവത്തെക്കുറിച്ച് പൗലോസ് അവിടെ 16-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. 16-ാമത്തെ വാക്യം, തമ്മിൽ ഐക്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളെല്ലാവരോടും സകല മനുഷ്യരോടും സമാധാനമുള്ളവരായിരിക്കും. ഇവിടെ 4 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ചിന്തകളോടുള്ള ബന്ധത്തിൽ, ആക്ഷനോടുള്ള ബന്ധത്തിൽ ആദ്യം പറഞ്ഞെങ്കിൽ 2 നമ്മുടെ ആറ്റിറ്റ്യൂഡിനുള്ള ബന്ധത്തിൽ, വാക്ക് ആസ് എ ഫാമിലി. അവിടെ പറയുന്നത് അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ. ദാറ്റ് മീൻസ് വി ഷുഡ് ബി വെരി, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, വി ഷുഡ് ബി, വീട്ടിലാണെങ്കിൽ നമ്മൾ ഞാനാ വലുത് നീയാ ചെറുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഒരു ഭവനത്തിൻ്റെ ഉള്ളറയിൽ പലപ്പോഴും വലുപ്പവും ചെറുപ്പവും ഒന്നും നമുക്ക് പ്രാധാന്യമുള്ളതല്ല. സോ അവിടെ പറയുന്ന വാക്യം അത് തന്നെയാണ്, ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ. ദാറ്റ് മീൻസ് വി ഷുഡ് വാക്ക് ആസ് എ ഫാമിലി. ഒരു കുടുംബക്കാരനെ പോലെയാണ് മറ്റൊരാളെ നമ്മൾ കണക്കാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. വലിപ്പമൊന്നും ഭാവിക്കാതെ എളിയവരോട് എന്ത് ചെയ്യണം? ചേർന്ന് ഇരിക്കണം. അപ്പോൾ അവിടെ 2 കാര്യങ്ങളോടെ ഉണ്ട്. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, ബി ഓഫ് ദ സെയിം മൈൻഡ് ടുവേർഡ് വൺ അനദർ. പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ നമ്മൾ പറയുന്നതാണ് മറ്റൊരാളും ചിന്തിക്കുന്നത് അല്ലേ. വീട്ടിലാവുമ്പോൾ ഭാര്യയും ഭർത്താവും ഒക്കെ ഒരേ ആശയത്തിൽ പോവും, മക്കളും അപ്പനും ഒക്കെ ഒരേ ചിന്തയിൽ പോവും. സോ വാക്ക് ആസ് എ ഫാമിലി. നമ്മളൊരു ഒറ്റ കുടുംബമാണ് എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കണം. ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ദൈവിക സഹോദരന്മാരോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്, ഞാനും എൻ്റെ സഹോദരനും ഒരമ്മയുടെ ഉദരത്തിൽ പിറന്നില്ലെങ്കിലും വി ആർ വൺ ഫാമിലി. ഞാനും പ്രൈസ് ദി ലോർഡ് എൻ്റെ സഹോദരനും എൻ്റെ കൂട്ടുവിശ്വാസിയും
ഒറ്റ കുടുംബമാണ് എന്നുള്ള ചിന്തയായിരിക്കണം എന്നെ ഭരിക്കേണ്ടതെന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ നാട്ടിലെ ചില സമുദായങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, എന്താവശ്യമുണ്ടെങ്കിലും പ്രൈസിൽ അവർ പറയും ഞങ്ങളുടെ കുടുംബമാണെന്ന് അവർ പറയും. എന്നാൽ വിശ്വാസി മക്കളായ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ളതും ഇന്ന് കുറവ് സംഭവിക്കുന്നതായ ഒരു കാര്യമാണ്. പ്രൈസിലോ ഒരൊറ്റ കുടുംബം എന്നുള്ള ചിന്തയിൽ നിന്ന് പുറത്ത് ഇൻഡിവിജ്വലിസ്റ്റിക് ആകുന്ന ഒത്തിരി തലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. സോ വി ഷുഡ് our attitude towards others, our attitude towards our brother should be like a family. Walk as a family. ഞാനും എൻ്റെ കൂട്ടുവിശ്വാസിയും തമ്മിൽ ഒറ്റ കുടുംബക്കാരനാണെന്ന് ചിന്ത. വാക്ക് ഇൻ ഫെലോഷിപ്പ്. അവിടെ പറയുന്നത് മറ്റൊരു കാര്യം കൊണ്ട് 16-ാം വാക്യത്തിൽ തന്നെ, എളിയവരോട് ചേർന്ന് കൊള്ളുവീൻ. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവീൻ. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് എ ഫെലോഷിപ്പ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്കൊക്കെ ഉണ്ടാകുന്ന പരാജയം, വി ക്രിയേറ്റ് ക്ലസ്റ്റേഴ്സ് അല്ലേ. നമ്മൾ എളിയവരോട് ചേരുന്നതിന് പകരം നമ്മൾ ലൈക്ക് മൈൻഡഡ് ആൾക്കാരോട് കൂടെ ചേരും. എളിയവർ അവർ തഴയപ്പെടും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് ഒരു കമ്മ്യൂണിറ്റിയിൽ. എന്നാൽ പൗലോസ് അത് മുൻകൂട്ടി കണ്ടിട്ട് പറയാണ്, എളിയവരോട് ചേർന്ന് കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സമൂഹത്തിൽ ആരും ഗൗനിക്കാത്ത, ആരും ശ്രദ്ധിക്കാത്ത, ആരും പരിഗണിക്കാത്തവരോടൊപ്പം എന്ത് ചെയ്യണം? നമ്മുടെ സഹവർത്തിത്വം കൂടുതൽ കൂട്ടണം. അത് സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും. പ്രൈസ് ദി ലോർഡ്. സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എന്ത് ചെയ്യണം? എളിയവരോട് നമ്മൾ കൂടുതൽ കൂട്ടായ്മ ആചരിക്കണം. അവരെ നമ്മൾ കൂടെ ചേർത്ത് നിർത്തുന്നതായിട്ട് തോന്നണം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിലൊക്കെ അങ്ങനെ നമ്മൾ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇന്ന് നമ്മുടെ ദൈവസഭയൊക്കെ വളരെ ശക്തമായി ഉയർന്നു നിൽക്കുന്നത്. ദുബായ് സഭയെക്കുറിച്ച് അനേകർ പുറത്തു പറയുന്ന ഒരു ടെസ്റ്റിമണിയും അതുതന്നെയാണ്. എല്ലാവരും അന്യോന്യം കരുതാൻ, എല്ലാവരെയും സഹകരിപ്പിക്കാൻ, എല്ലാവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ, ഉയർച്ച താഴ്ചകൾ, വലിപ്പം ചെറുപ്പങ്ങളൊന്നും ഭാവിക്കാതെ നമ്മൾ പരിഗണിച്ച് അനേകരുടെ ഫീഡ്ബാക്കുകളോട് നമ്മൾ കേട്ടിട്ടില്ലേ അത്. സോ വി ഹാവ് ടു വാക്ക് ഇൻ ഫെലോഷിപ്പ്, കണ്ടിന്യൂ ടു വാക്ക് ഇൻ ദാറ്റ് ഫെലോഷിപ്പ്. ആ ഒരു ലെഗസി വീണ്ടും തുടരാനായിട്ടാണ് ഞാൻ പ്രബോധിപ്പിക്കുന്നത്. എളിയവരെ ചേർത്ത് കൊള്ളുവാൻ ഇടയാകണം. സോ ദാറ്റ് ഈസ് എൻ ആറ്റിറ്റ്യൂഡ്. ഇന്ന് നമ്മുടെ ആത്മീയഗോളത്തിലൊക്കെ സംഭവിക്കുന്ന ഒരു പരാജയം അതാണ്. ആത്മീയഗോളത്തിൽ ഉയർച്ച താഴ്ചകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആളുകൾ തമ്മിൽ ഭിന്നിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തിനു പറയുന്നു? നമ്മുടെയൊക്കെ സഭകൾ പോലും തന്നെ ജാതിയുടെയും അതുപോലെ നിറത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേർതിരിയപ്പെടുന്ന കാഴ്ചകൾ നമ്മുടെ മുന്നിലൊക്കെ ചരിത്രമായി നിൽക്കുകയല്ലേ. പ്രൈസ് ദി ലോർഡ്. സോ വി ഹാവ് ടു carry, or we have to walk in fellowship with those who are downtrodden, those who are marginalized, those who are oppressed. നിരാലംബരായിരിക്കുന്ന, ആരോരും സഹായമില്ലാത്തവരോടൊപ്പം ചേർന്ന് നടക്കാനായിട്ട് നമുക്ക് കഴിയണം. വാക്ക് ഇൻ ഫെലോഷിപ്പ്. എളിയവരോട് എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. എളിയവരോട് ചേർന്ന് കൊള്ളുവിൻ. പിന്നെ അടുത്തൊരു ആറ്റിറ്റ്യൂഡാണ് അവിടെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നത്, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. 17-ാമത്തെ വാക്യം തന്നെ, 18 17-ാമത്തെ വാക്യം, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരോടും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി. അവിടെ പറയുന്ന ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, ദാറ്റ് മീൻസ് വാക്ക് ഇൻ ഫോർഗീവ്നെസ്. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ആ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നതല്ല നമ്മുടെ ആറ്റിറ്റ്യൂഡ്. അവർ ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി ഫോർഗീവിങ് ആറ്റിറ്റ്യൂഡ്. തിന്മ ചെയ്താൽ ഒരു വ്യക്തി ചിലപ്പോൾ അറിവില്ലായ കൊണ്ട്, അവരുടെ ബലഹീനത കൊണ്ട്, അല്ലെങ്കിൽ ശരിയായിട്ട് ചാകാത്ത ജഡികനായ ഒരവസ്ഥയിൽ നിന്നുകൊണ്ട്, ജഡത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് എന്നോട് എന്തെങ്കിലും തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ടവനായ ഞാൻ ആ വ്യക്തിക്ക് അതിൻ്റെ അതേ നാണയത്തിലല്ല തിരിച്ച് പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വളരെ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, പ്രൈസ് ദി ലോർഡ്, ആരെങ്കിലും വളരെ അഗ്രസീവായിട്ട് നമ്മുടെ അടുത്ത് വരുവാണെങ്കിൽ നമ്മളും അതേ ടോണിൽ അങ്ങോട്ട് തിരിച്ചു ചെന്നാൽ എന്ത് സംഭവിക്കും?
പ്രൈസ് ദി ലോർഡ്. ഇന്നിവിടെ നടക്കുന്ന യുദ്ധങ്ങൾ പോലെ സംഭവിക്കും അല്ലേ, ഒരിക്കലും അത് അവസാനിക്കത്തില്ല. ആരെങ്കിലും വളരെ പുലി വരുന്ന പോലെ ചാടി വരുന്നത് നമ്മളൊരു പൂച്ചയെ പതുങ്ങുന്നത് പോലെ അങ്ങ് തിന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അങ്ങ് സോൾവ് ആവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതൊക്കെ പരീക്ഷിച്ച് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ 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 അഗ്രഷൻ എസ്കലേറ്റ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ വെൻ വി ആർ വെരി കാം, ആ പ്രശ്നം വളരെ പെട്ടെന്ന് സോൾവ് ആകുന്നത് പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു കാര്യമാണെന്ന് നിങ്ങളോട് തന്നെ അങ്ങ് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സോ വാക്ക് ഇൻ ഫോർഗീവ്നെസ്. നമ്മളെപ്പോഴും ക്ഷമിക്കാനുള്ളവരായി, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, ഹല്ലേലൂയ, അതെപ്പോഴും ഹല്ലേലൂയ എന്ത് ചെയ്യണം, കഴിയുമെങ്കിൽ ആർക്ക് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത്, വി വെരി ഫെയ്ത്ത്ഫുൾ, നമ്മൾ വളരെ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം എന്നുള്ളത്, യോഗ്യമായ നിലയിൽ അവരോട് സഹവർത്തിക്കണം. സോ ദിസ് ഈസ് എൻ ആറ്റിറ്റ്യൂഡ്. ഇതാണ് നമ്മൾ നമ്മുടെ സഹവിശ്വാസിയോടുള്ള ബന്ധത്തിലുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ്. ആദ്യം ഞാൻ ഓർപ്പിച്ചത് അവർ ആക്ഷൻ, സെക്കൻഡ്ലി അവർ ആറ്റിറ്റ്യൂഡ്, തേർഡ്ലി we will discuss our affection towards the brother. എനിക്ക് എൻ്റെ സഹോദരനോടുള്ള ബന്ധത്തിലുള്ള താല്പര്യം അതെങ്ങനെയാണെന്ന് 18 മുതൽ 21 വരെ വാക്യങ്ങളിൽ വളരെ വ്യക്തമായി പൗലോസ് ഓർപ്പിക്കുന്നു. വേഗത്തിൽ പോകാം. 1, വി ഷുഡ് ബി വെരി പീസ്ഫുൾ. പ്രിയമുള്ളവരെ, അവിടെ പറയുന്നത് കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. ദാറ്റ് ഈസ് അവർ അഫെക്ഷൻ. എവിടെയും സമാധാനകാംക്ഷികളായി. നമുക്കൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്, എന്നാൽ സമാധാനം ഉണ്ടാക്കാൻ വളരെ പാടുമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ പൗലോസ് ഓർപ്പിച്ചിട്ടുണ്ട്, കഴിയുമെങ്കിൽ, ഇഫ് പോസിബിൾ, നിങ്ങളാൽ ആവോളം എന്ത് ചെയ്യണം, സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ. ബി വെരി പീസ്ഫുൾ വിത്ത് എവറി പീപ്പിൾ. എല്ലാ മനുഷ്യരോടും വളരെ സമാധാനത്തിൽ പോകാനായിട്ട് കഴിയണം. പലപ്പോഴും ഹല്ലേലൂയ നമുക്കറിയാം, നമുക്ക് വളരെ സമാധാനം ഉണ്ടാകാത്തതായ സാഹചര്യത്തിൽ പോലും നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അവിടെ ഒരു സഹോദരൻ്റെ ആത്മാവിൽ നിന്നുകൊണ്ട് പ്രൈസ് ദി ലോർഡ് വളരെ സമാധാനത്തിൻ്റെ അനുഭവത്തിൽ മുമ്പോട്ട് പോകണം. സാധാരണ ഞാൻ പറയാറുണ്ട്, ഈ ആൾക്കാരോടൊക്കെ ക്ഷമ ചോദിക്കുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അതൊക്കെ വലിയൊരു ഡിഗ്നിറ്റി ആയിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു വലിയ പരാജയമായിട്ട് കാണേണ്ട കാര്യമല്ല. ഒരു അൺഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ആക്ഷനായിട്ട് കാണേണ്ട കാര്യമില്ല. ക്ഷമ ചോദിക്കാൻ കഴിയുമെങ്കിൽ 100 അല്ല 1000 വട്ടം ക്ഷമ ചോദിക്കാനും നമ്മൾ തയ്യാറാകണം. അപ്പോളജി ഷുഡ് ബി ദി ഫസ്റ്റ്. അതിനുവേണ്ടി കാലതാമസം വെക്കാൻ പാടില്ല, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഇറ്റ് ഷുഡ് ബി അവർ പ്രൈം പ്രയോറിറ്റി ടു ബിൽഡ് പീസ്. എന്നിട്ട് അവിടെ അടുത്ത് പറയുന്നത്, താഴോട്ട് വീണ്ടും വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ താഴോട്ട് വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അവിടെ പറയാനായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എങ്കിലും പ്രിയപ്പെട്ടവരെ, അനുരഞ്ജനത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നോട്ട് ടു ബിൽഡ് എസ്കലേഷൻ, ബട്ട് ടു ബിൽഡ് ഹല്ലേലൂയ റെക്കൺസിലിയേഷൻസ്. അപ്പോൾ നമ്മൾ നമ്മുടെ പാർട്ടിൽ സമാധാനം ആഗ്രഹിക്കുന്നെങ്കിൽ, ഞാൻ സമാധാനം ആഗ്രഹിച്ചെങ്കിൽ, നമ്മുടെ ഫാമിലി സമാധാനം ആഗ്രഹിച്ചെങ്കിൽ, നമ്മുടെ സഹോദരങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നു, പിന്നെ അവിടെ യാതൊരു ടെൻഷൻസും ഇല്ല, അവിടെ വളരെ പീസ്ഫുൾനെസ് ഉണ്ടാകും. അപ്പോൾ കഴിയുമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവർ അഫെക്ഷൻ ഈസ് ടു വെരി പേഷ്യൻ്റ്. അത് അവിടെ പറയുന്ന കാര്യം 20-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, 19-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികാരം ഉണ്ടാകണ്ട, ദൈവം എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം. പലപ്പോഴും നമുക്ക് അതിന് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വെയിറ്റ് ചെയ്യാതെ നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് മുൻപ് തന്നെ നമ്മളങ്ങ് ആക്ഷൻ എടുക്കും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിച്ചിരിക്കുന്നത്, പലപ്പോഴും നമ്മുടെ സഹോദരങ്ങളോടുള്ള ബന്ധത്തിലുള്ള ഡീലിങ്സിൽ നമുക്ക് പലപ്പോഴും മുഷിപ്പുണ്ടാകും. മനുഷ്യരായാൽ അങ്ങനെയൊക്കെ മുഷിവുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം, മുഷിവുകളൊക്കെ സംഭവിക്കും. എന്നാൽ അവിടെ നമ്മുടെ കോപം നമ്മളല്ല ഹാൻഡിൽ ചെയ്യേണ്ടത്. വി ഷുഡ് ബി വെരി പേഷ്യൻറ്റ്. ലെറ്റ് ഗോഡ് ബി ജഡ്ജ്.
ദൈവത്തിന് അതിൻ്റെ മധ്യത്തിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ദൈവം അത് ചെയ്തോട്ടെ. ഞാൻ എൻ്റെ പാർട്ട് ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തേക്കുന്നു. ഞാൻ എൻ്റെ എൻ്റെ ആ കാര്യം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഐ വുഡ് ബി വെരി വെയിറ്റിംഗ്, പേഷ്യൻ്റ്ലി ലുക്കിംഗ്. ഞാൻ സമാധാനം അന്വേഷിച്ചുകൊണ്ട് വളരെ പേഷ്യൻ്റായിട്ട് ഞാൻ അതിനെ നോക്കി കാണാനായിട്ട് ഇടയായിത്തീരണം. മാത്രമല്ല, അടുത്ത കാര്യം പൗലോസ് ഓർപ്പിക്കുന്നത് അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എന്താ വായിക്കുന്നത്? എന്നാൽ നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കുവാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് എഴുതിയിരിക്കുന്നല്ലോ. ഇത് പൗലോസ് ഒരു കോട്ട് ചെയ്തതാണ്. തീക്കനൽ കുന്നിക്കാൻ വേണ്ടി നീ കുടിക്കാനും ആഹാരം കൊടുക്കണം എന്നല്ല പറയുന്നത്. അവിടെ പറയുന്ന ഒരു മേജർ ആർഗ്യുമെൻറ്റ് പോസിറ്റീവായിട്ടുള്ള സമീപനം എന്ന് പറഞ്ഞാൽ, ശത്രുവാണ് മുമ്പിൽ വന്നിരിക്കുന്നത്, നമ്മെ ഉപദ്രവിച്ച ആളാണ് മുന്നിൽ ഇരിക്കുന്നത്, നമുക്ക് നേരെ ആരോപിച്ച വ്യക്തിയാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അവനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ്. എൻ്റെ അഫെക്ഷൻ എന്തായിരിക്കണം? അവൻ്റെ നേരെ അവന് ഭക്ഷിക്കാൻ കൊടുക്കണം, അവന് ആഹാരം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ മേൽ തീക്കനൽ കുന്നിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പാർട്ടാണ്. ഐ ഷുഡ് ബി വെരി പോസിറ്റീവ്. ഞാൻ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കണം. ദൈവം എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ ദൈവം ഡീൽ ചെയ്തോട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ദൈവം തന്നെ അത് കൈകാര്യം ചെയ്തോട്ടെ. ഐ വുഡ് ബി വെരി പോസിറ്റീവ്. ഞാൻ വളരെ ഹല്ലേലൂയ ഒരു നിഷ്പക്ഷമായിട്ട് പോസിറ്റീവായിട്ട് അത് അവന് ദാഹിക്കുന്നെങ്കിൽ വെള്ളം കുടിക്കാൻ, വിശക്കുന്നെങ്കിൽ കഴിക്കാൻ കൊടുക്കാൻ ഐ ഷുഡ് ബി വെരി പോസിറ്റീവ്. ഈവൻ ദോ ആ വ്യക്തി എനിക്കൊരു ഫോൾട്ട് ചെയ്ത വ്യക്തിയാണ്, എനിക്കെതിരെ ദോഷം ചെയ്ത വ്യക്തിയാണ്, അത് ദൈവം ചെയ്തോളും, ദൈവത്തിന് കൈ കൊടുത്തേക്കാം. പക്ഷെ മൈ ആറ്റിറ്റ്യൂഡ് ഈസ് വെരി പോസിറ്റീവ്. അതിൻ്റെ അവസാനം പറയുന്നത്, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. വി വെരി പ്ലസൻറ്റ്ഫുൾ. നമ്മുടെ മുന്നിൽ തിന്മയല്ല നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ അഫെക്ഷൻസ്. ഇറ്റ് ഈസ് ഹല്ലേലൂയ നന്മയാണ്, ഗുഡ്നെസ് ആണ്. പ്രൈസ്. ഡു നോട്ട് ബി ഓവർകം ബൈ ഈവിൾ ബട്ട് ഓവർകം ഈവിൾ വിത്ത് ഗുഡ്. വി വെരി പ്ലസൻറ്റ്ഫുൾ. വളരെ വളരെ ശാന്തരായി നന്മ ചെയ്യുന്നവരായി നമ്മെ തന്നെ തീർക്കാനായിട്ട് ഇടയായിത്തീരണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വാക്യങ്ങളൊക്കെ പല ആവർത്തി വീണ്ടും വീണ്ടും വായിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ, പ്രായോഗിക ജീവിതത്തെ ഒന്ന് പരിപോഷിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ടതായ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഒത്തിരി കാര്യങ്ങൾ വളരെ പോയിൻ്റായിട്ടാണ് ഞാൻ പറഞ്ഞു പോയത്. എന്നാൽ ഇതിനകത്തൊക്കെ ഒത്തിരി ആത്മീയ ചിന്തകൾ വീണ്ടും മറന്നു കിടക്കുകയാണ്. ഹൗ വി ഹാവ് ടു തിങ്ക് അബൌട്ട് അവർ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ബ്രദർ. എൻ്റെ സഹോദരനെക്കുറിച്ച് ഞാൻ എന്തായിരിക്കണം എൻ്റെ ചിന്തകൾ? വിത്ത് അവർ ആക്ഷൻസ്, വിത്ത് അവർ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വിത്ത് അവർ അഫെക്ഷൻസ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ചിന്തകളിൽ നിറഞ്ഞു നിൽക്കട്ടെ. വീണ്ടും ആ വാക്യങ്ങൾ വായിച്ച് കൂടുതൽ ആഴങ്ങളിലേക്ക് ചെല്ലുവാൻ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ടതായ ഈ നല്ല ചിന്തകളുടെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.